നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. പുണർന്ന നക്ഷത്രമാണ്. പുണർന്ന നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെയാണ് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത്. എങ്കിലും ഒരു പടി കൂടുതൽ ഗുണം തന്നെയാണ് പറയാനുള്ളത്. ഇവർക്ക് അവനവന്റെ കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥ വർഷം ആദ്യം ഇവർക്ക് കാണുന്നുണ്ട്. ശത്രുക്കളെ പോലും പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. പൂർവിക സ്വത്ത് അധീനതയിലാവാനുള്ള യോഗം ഒക്കെ ഇവർ കാണുന്നുണ്ട്. ജോലിയിൽ സസ്പെൻഷനോ ഡിസ്മിസിലോ ഒക്കെ ഉണ്ടാവുന്നൊരു ഭയം ഉണ്ടാവുമെങ്കിലും അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എല്ലാ ഇടപാടുകളിലും ഒരു നിഷ്കർഷത പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. കാര്യവിജയം ഉണ്ടാവുമെങ്കിൽ പോലും ഗൃഹത്തിലെ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ചെറിയ കലഹതയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കേസുകളിലൊക്കെ അവനവന് തന്നെ വിജയം ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ധനാഗമനം ഒക്കെ പൊതുവെ വർദ്ധിക്കുന്ന ഒരു വർഷമായിട്ട് പറയുന്നുണ്ട്. സർക്കാർ സർവീസ് നിൽക്കുന്നവർക്കായാലും ഇത് പ്രമോഷനോ അല്ലെങ്കിൽ ഉദ്ദേശ സ്ഥലമാറ്റോ കിട്ടാനോ സ്ഥാനക്കയറ്റം കിട്ടാനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. വാഹന അപകടത്തിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചെറിയ കലഹതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളുമായിട്ട് കുറച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് നിഷ്കർഷത പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഭാര്യപക്ഷത്തുള്ളവർക്ക് ആദരം കുറഞ്ഞു പോയി എന്നൊക്കെ ഒരു വിഷമം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാവാൻ, സന്താന കാര്യങ്ങൾ തീരുമാനമാവാൻ ഒക്കെ സാധിക്കുന്ന സമയമായിട്ട് പറയുന്നുണ്ട്.